കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ തലമുറയെ നാം എന്തിനോട് ഉപമിക്കേണ്ടു? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇന്നത്തെ തലമുറയുടെ പോക്ക് നാശത്തിലേക്കാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു കഥാപാത്രത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആ കഥാപാത്രത്തെ ഇന്നത്തെ തലമുറയോട് ഉപമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആത്മനിയോഗമനുസരിച്ച് ഒരു ലഘു സന്ദേശം ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. അവൾ ഗർഭം ധരിച്ച് കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പ്രസംഗ വിഷയം കായിൻ, ഇന്നത്തെ തലമുറയുടെ പ്രതീകം. കായിൻ ജനിച്ചപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, യഹോവയാൽ പുരുഷ പ്രജ ലഭിച്ചു. ഐ ഹാവ് ഗോട്ടൺ എ മാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്ക് മകൻ ജനിച്ചു. അവൾക്കൊരു മകൻ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം അവൾ സാക്ഷ്യം പറഞ്ഞു. എങ്കിലും കായിൻ്റെ സ്വഭാവം ആ സാക്ഷ്യത്തെ തല്ലിക്കെടുത്തുന്ന വിധമായിരുന്നു. അതുകൊണ്ടാണ് കായിനെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രതീകമെന്ന് പറയുവാൻ കാരണം. മാതാപിതാക്കളുടെ സാക്ഷ്യങ്ങളെ തല്ലിക്കെടുത്തിക്കളയുന്ന തലമുറയാണ് ഇന്നത്തെ തലമുറ. ഇവരിൽ കർത്തൃത്വം നടത്തുന്നത് കായിനെ നിയന്ത്രിച്ച ആത്മാവാണ്. അതായത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരനെതിരെ നിൽക്കുന്ന തലമുറ. 2, സഹോദരൻ്റെ ആത്മീയത്തിനെതിരെ നിൽക്കുന്ന തലമുറ. 3, ജഡസ്വഭാവത്തിനടിമപ്പെട്ടിരിക്കുന്ന തലമുറ. 4, പാപത്തിൻ്റെ ആഗ്രഹത്തിന് നിന്നുകൊടുക്കുന്ന തലമുറ. മറ്റൊന്ന്, ദേവാലയത്തിലും ആത്മീയ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന തലമുറ. കായിനെ നമ്മൾ ശ്രദ്ധിക്കുക. അവൻ തൻ്റെ സഹോദരനെതിരെ നിൽക്കുന്നു. അവൻ തൻ്റെ സഹോദരൻ്റെ ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്നു. അവൻ ജഡസ്വഭാവത്തിനടിമപ്പെട്ടിരിക്കുന്നു. അവൻ പാപത്തിൻ്റെ ആഗ്രഹത്തിന് നിന്നുകൊടുക്കുന്നു. അവൻ ആരാധനാലയത്തിൽ യാഗകർമ്മം അർപ്പിക്കുവാൻ കടന്നു വന്ന് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാവിന് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന തലമുറ എല്ലാ കാലത്തും ആത്മീയത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് ദോഷമായിത്തീരുന്നു. കായിൻ തൻ്റെ സഹോദരൻ്റെ ആത്മീയ നിലനിൽപ്പിന് എതിരായി നിൽക്കുന്നവനാണ്. കായിൻ എന്ന വാക്കിൻ്റെ എബ്രായ അർത്ഥം കുന്തമെന്നാണ്. അതായത് സ്വന്തം സഹോദരനെ ആത്മീകമായും ശാരീരികമായും മാനസികമായും അതും മനഃപൂർവ്വം കുത്തി നോവിക്കുന്ന വ്യക്തിത്വത്തിനുടമകൾ ആരൊക്കെയാണോ അവരിൽ എല്ലാം കർത്തൃത്വം നടത്തുന്നത് കായിനിൽ ആധിപത്യം സ്ഥാപിച്ച ആത്മാവാണ്. ഇതെവിടെയാണ്? ആരാധനാലയത്തിനകത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ശ്രദ്ധിക്കും നിങ്ങളോട് ആത്മാവിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ആരാധനാലയത്തിനകത്ത് ആത്മീയ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും തന്നോടൊപ്പം ആരാധനാലയത്തിൽ ആരാധിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്കെതിരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന
നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ ആത്മാവ് പരിശുദ്ധാത്മാവല്ല. നിന്നിൽ കർത്തൃത്വം നടത്തുന്നത് കായിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവാണ്. നീ എല്ലായ്പ്പോഴും ആത്മാവിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് ദോഷത്തിന് നിദാനമായി മാറുന്നു. അതുകൊണ്ട് എന്താണ് പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കേണ്ടത്? ദൈവസ്ഥനിൽ വിശ്വാസത്തോടെയും വിശുദ്ധിയോടും വേർപാടോടുകൂടും ദൈവസ്ഥനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന തലമുറയുടെ നിലനിൽപ്പിനെതിരെ പോരാട്ടത്തിൻ്റെ കരങ്ങളുമായി എഴുന്നേൽക്കുന്ന കായിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന തലമുറകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ പുറത്തു വരേണ്ടതിന്, അവരാത്മാവിനാൽ പിടിക്കപ്പെടേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുണരാം. ഇന്നത്തെ തലമുറയിൽ കർത്തൃത്വം നടത്തുന്ന കായിൻ്റെ ആത്മാവിൻ്റെ ശക്തികൾ തലമുറയുടെ അകത്തുനിന്ന് പുറത്താക്കേണ്ടതിന്, അവർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതിന്, പരിശുദ്ധാത്മാവിനാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുണരാം. ദൈവം വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.